ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെക്കേഷനായിട്ട് ഞാൻ വീട്ടിലൊക്കെ പോയേക്കായിരുന്നല്ലോ. ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പൂരിയും ചെറുപയറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുപയർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പൂരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിന് പൊരിച്ചെടുത്താൽ മതി. പെട്ടെന്ന് പ്രസ് ചെയ്തിട്ട് പൊരിച്ചെടുത്താൽ മതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മോള് തിരിച്ചു വന്നിട്ടില്ല, അവൾ അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ബാക്കി എല്ലാവരും തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ ഈ തവണത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഇനി വന്നു കഴിയുമ്പോൾ നമുക്ക് 2-3 ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പിന്നെ വരുമ്പോൾ നല്ല ജോലി ഉണ്ടാവുമല്ലോ. വീടൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അത് ക്ലീനിങ്, തുടയ്ക്കൽ, കഴുകൽ, അങ്ങനെ കുറേ ജോലികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നടന്നു പോകണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ തുണികൾ അലക്കാനൊക്കെ ഉണ്ടായി. അതൊക്കെ അലക്കാനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. മെഷീനിലാണ് ഇട്ടേക്കണത്. പിന്നെ കറി വയ്ക്കാനായിട്ട് മീൻ വാങ്ങിയിരുന്നു. അപ്പോൾ മാങ്ങയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങയിട്ട് തേങ്ങ അരച്ച് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അയിലയാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മീനൊക്കെ ക്ലീനാക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഞാൻ കറി വയ്ക്കാൻ വേണ്ടി മാത്രം എടുക്കണുള്ളൂ. കുറച്ച് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാണ്. അത് നാളെ ഫ്രൈ ചെയ്യാം, ഇന്ന് ഫ്രൈ ചെയ്യണില്ല. അപ്പോൾ ഞാൻ ആ വലിയ മാങ്ങ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ കഷ്ണങ്ങളുണ്ട് അതിന്. തന്നെയല്ല, അതിന് നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചെറിയ മാങ്ങ എടുത്തില്ല. ഒരു മാങ്ങ ആയിരുന്നു അത് മതിയെന്ന് വിചാരിച്ചു. നല്ല പുളിയുള്ള മാങ്ങ. അപ്പോൾ ഇപ്പോൾ ഏത് സീസണിലും മാങ്ങ കിട്ടുമല്ലേ. എപ്പോൾ നോക്കിയാലും ഏത് സീസണിൽ നോക്കിയാലും മാങ്ങയ്ക്ക് ഇപ്പോൾ ക്ഷാമമില്ല. അതായിരുന്നു ഇപ്പോൾ മാങ്ങ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയാം. അതായിരുന്നു ഞാൻ ഇപ്പോൾ അങ്ങനെ സൂക്ഷിച്ചും വയ്ക്കാറില്ല കേട്ടോ. എപ്പോഴും മാങ്ങ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം അതും ഇട്ട്, പിന്നെ നമ്മുടെ ചാറിന് ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കുറുകിയ ചാറുമല്ല, ഒരുപാട് നീളത്തിലുള്ള ചാറും അല്ലാത്ത രീതിയിൽ ഒരു മീഡിയം ഇതിൽ ഞാൻ ചാറാക്കിയിട്ടുണ്ട്. പിന്നെ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ആദ്യം നല്ലൊരു തീയിൽ വെച്ചിട്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കറികൾ വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് മീഡിയത്തിലിട്ട് വേവിച്ചിട്ട് പിന്നെ അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ സിമ്മിലേക്ക് ഇട്ടേക്കാട്ടോ. എന്നിട്ട് ആ സിമ്മിൽ കിടന്നിട്ട് മീൻ കറിയൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴാണ് അതിന് നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്മിൽ കിടന്നിട്ട് ഇനി അതിൽ നിന്ന് ആ കറിയിൽ നിന്ന് തന്നെ ഒരു എണ്ണമയം തെളിഞ്ഞു വരുമല്ലോ, ആ ഒരു പാകം വരെ അങ്ങനെ വെച്ചേക്കാം. പിന്നെ ഇനി അത് താളിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ ഉലുവയും ചുവന്നുള്ളിയും വേപ്പിലയും കൂടി ആയിട്ട് താളിച്ചൊഴിക്കണത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അച്ചിങ്ങ ഉണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി തന്നെ ഒടിച്ചു വെച്ചതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അതും മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതും ചെയ്യണ്ട കേട്ടോ. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്തതാണ് താളിച്ചൊഴിച്ചതിന് ശേഷം. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ മെഴുക്ക് വരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടവും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി ജോലികളിലേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ട് കാണിക്കണം. അപ്പോൾ വൈകുന്നേരം ഞാനിന്ന് ചായ ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് ജ്യൂസാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ നല്ല വെയിലും പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നല്ല ക്ഷീണവും തോന്നി. അപ്പോൾ എന്നാൽ ജ്യൂസാക്കി. പിന്നെ എനിക്കാണെങ്കിൽ 2 കേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ഡിസംബറിലാണ് എൻ്റെ ബർത്ത്ഡേ എന്ന്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കറക്റ്റ് ക്രിസ്മസ് രാത്രി തന്നെ കേട്ടോ. എൻ്റെ ബർത്ത്ഡേ 24th ഡിസംബർ മിഡ്നൈറ്റാണ്, രാത്രി 12 മണിക്ക്. അപ്പോൾ കറക്റ്റ് ക്രിസ്മസ് രാത്രി തന്നെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാ വർഷവും ക്രിസ്മസിന് നമ്മുടെ ഇവിടെ ഒരു ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടുണ്ട്, ഫാമിലി ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ കേക്ക് കൊണ്ടുപോയി തരാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട് പോയപ്പോൾ ഇഡലിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചത്, അത് പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയപ്പോഴാട്ടോ. അപ്പോൾ ആ കേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് ബർത്ത്ഡേ കേക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടുന്ന ബർത്ത്ഡേ കേക്കാട്ടോ ഇത്. ഞാനിതുവരെ അങ്ങനെ ഒരു കേക്കൊന്നും മുറിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. പുള്ളിക്കാരൻ ഓർഡർ ചെയ്തിട്ട് എനിക്കൊരു ബർത്ത്ഡേ കേക്ക് സർപ്രൈസായിട്ട് തന്നേക്കണതാണ്.
അങ്ങനെ 2 കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് കൊണ്ടുവന്ന കേക്ക്, ക്രിസ്മസ് കേക്ക്. അതെല്ലാ വർഷവും കൊണ്ടുപോയി തരാറുള്ളതാട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ആർഭാടം വേണ്ടല്ലോ, 2 കേക്ക് ഒരുമിച്ച് കട്ട് ചെയ്യണില്ല, ഇന്ന് ഒരു കേക്കാണ് കട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ ഫ്രണ്ട് കൊണ്ടുവന്ന കേക്ക് തന്നെ ആദ്യം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലോകം മുഴുവൻ സന്തോഷിക്കണ ഒരു ദിവസമാണ് കേട്ടോ ഞാനും ഉണ്ടായിട്ടുള്ളത്. അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിൽ. ഞാനെപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും കൂട്ടുകാരികൾ പറയാറുണ്ടായി, എല്ലാവരും സന്തോഷിച്ചിരിക്കണ നല്ലൊരു സമയത്താണ് നിൻ്റെ ബർത്ത്ഡേ, അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് അവരെന്നോട് ഇങ്ങനെ പറയാറുണ്ടായിട്ട് എൻ്റെ ബർത്ത്ഡേ സമയത്ത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ വീടും അടുക്കളയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ബർത്ത്ഡേ ഓർക്കാറ് പോലുമില്ല. പിന്നെ എന്തായാലും മറക്കൂല, ക്രിസ്മസിന് ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലായിടത്തും ഒച്ചപ്പാടും ബഹളം ഉണ്ടാകുമ്പോൾ എനിക്കറിയാം എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അല്ലാതെ വേറെ ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ നല്ല സന്തോഷം തോന്നി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷം